കൊച്ചി മേയർ ആര് എന്നതിൽ ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റിയിൽ ഒരു സമവായം ഉണ്ടായേക്കും. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് മേയറാകാനാണ് സാധ്യത കൂടുതൽ. ഒപ്പം തന്നെ പാലാരിവട്ടം ഡിവിഷനിൽ നിന്നും വിജയിച്ച മഹിളാ കോൺഗ്രസ് നേതാവ് VK മിനിമോളും ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയിച്ച കൗൺസിലർ ഷൈനി മാത്യു എന്നിവരും ഈ പരിഗണനാ പട്ടികയിലുണ്ട്. ലത്തീൻ വിഭാഗത്തിൽ നിന്ന് ഒരാളെ മേയറാക്കണമെന്ന ആവശ്യം പാർട്ടിയിലെ ഒരു വിഭാഗം ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടായില്ല എങ്കിൽ KPCC ആയിരിക്കും ഈ വിഷയത്തിൽ തീരുമാനം എടുക്കുക. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, ഈ കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അത് ജില്ലാ നേതൃത്വം തന്നെ അല്ലെങ്കിൽ അവിടെ തന്നെ തീരുമാനം എടുക്കും. ഇനി അതല്ല എങ്കിൽ മാത്രമേ KPCC അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഘടകങ്ങളിലേക്ക് എത്തത്തുള്ളൂ. എന്നിരുന്നാലും ഈ ഒന്നിലധികം പേര് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ടേം വ്യവസ്ഥ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യവസ്ഥയ്ക്കുള്ള സാധ്യത എങ്ങനെയാണ് കാണുന്നത്? ലിജിൻ, ഇന്നലെ എറണാകുളം ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ, അതായത് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഒപ്പം ഡൊമിനിക് പ്രസന്റേഷൻ, KN വേണുഗോപാൽ എന്നിവർ ഈ 42 കൗൺസിലർമാരെ കണ്ടിരുന്നു. 76 അംഗ കൗൺസിലിൽ 42 പേരാണ് UDF ഉള്ളത്. അപ്പോൾ ഈ 42 കൗൺസിലർമാരെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു, അവരുടെ അഭിപ്രായങ്ങൾ തേടിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കോർ കമ്മിറ്റിയിൽ ഈ 42 പേരും പങ്കുവച്ച അഭിപ്രായങ്ങൾ അതിൽ പങ്കുവയ്ക്കും. അതിനുശേഷം ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഏതായാലും നമുക്കറിയാവുന്നതുപോലെ KPCC ജനറൽ സെക്രട്ടറിയും സ്റ്റേഡിയം ഡിവിഷനിൽ നിന്ന് വിജയിച്ചു വന്ന കൗൺസിലറുമായ അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, അതേപോലെ തന്നെ പാലാരിവട്ടത്തു നിന്നും വിജയിച്ചു വന്ന അഡ്വക്കേറ്റ് VK മിനിമോൾ, അതേപോലെ ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ഷൈനി മാത്യു, ഇങ്ങനെ 3 പേരാണ് ഇപ്പോൾ പരിഗണനാ പട്ടികയിലുള്ളത്. ഇവരിൽ ആര് മേയറാക്കണമെന്നുള്ള കാര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കോർ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടായേക്കുമെന്നാണ് കരുതുന്നത്. ഇതിനിടെ ഈ ലത്തീൻ സഭ ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നിരുന്നു. ലത്തീൻ സഭയ്ക്ക് മേയർ സ്ഥാനം, ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള ആൾക്ക് മേയർ സ്ഥാനം നൽകണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം ഈ 42 കൗൺസിലർമാരിൽ 18 പേർ ലത്തീൻ സമുദായത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് ലത്തീൻ സമുദായത്തെ ഈ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ സാമുദായിക വിഷയങ്ങൾ ഉയർന്നു വന്നത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു വെല്ലുവിളിയായിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് കരുതുന്നത്. ഇതിനിടയ്ക്ക് നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. പാർട്ടിയിൽ നിന്നും കൂടുതൽ മുൻതൂക്കം അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്നത് കൂടുതലായിട്ടും പിന്തുണ ഉള്ള ഒരു മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി, കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി അടക്കം ദീപ്തി മേരി വർഗീസിന് വേണ്ടി പ്രചരണത്തിന് എത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ദീപ്തി മേരി വർഗീസിന് പാർട്ടിയിൽ എത്രത്തോളം സ്വാധീനമുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇത്. അതേസമയം മഹിളാ കോൺഗ്രസ് ഉപാധ്യക്ഷ കൂടിയാണ് അഡ്വക്കേറ്റ് VK മിനിമോൾ. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ KPCC നേരിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും. മുമ്പ് ലിജിൻ സൂചിപ്പിച്ചതുപോലെ PD സതീശൻ ഇക്കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതത് മേഖലകളിൽ അല്ലെങ്കിൽ അതത് ജില്ലകളിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകണമെന്ന് തന്നെയാണ് KPCCയും പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും ഉണ്ടായില്ലെങ്കിൽ KPCC നേരിട്ട് മേയർ സ്ഥാനാർത്ഥി ആരെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതേപോലെ തന്നെ ഒരുപക്ഷെ ടൈം വ്യവസ്ഥയിൽ, അതായത് 1, 2, 3 ടേമായി മേയർമാരെ തീരുമാനിക്കാനുള്ള ഒരു സാധ്യതയും പരിഗണിക്കപ്പെടുന്നുണ്ട്. ലിജിൻ. ശരി, പ്രശാന്ത് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി മേയർ ആര് എന്നതടക്കമുള്ള കാര്യത്തിൽ ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ സമവായം ഉണ്ടായേക്കും.